പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 34 അധ്യായം 4 വാക്യം. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ദൈവമക്കളെ, ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു, ഉത്തരം കിട്ടി, എൻ്റെ ഭയം മാറി. ഇന്ന് പകൽക്കാലം ഒരാമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ദൈവമക്കളെ, ഭയത്തിൻ്റെ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ദൈവ പൈതലെ നമ്മൾ ആമേൻ പറയും, അല്ലേ? എന്തുകൊണ്ടാ? നമുക്ക് ദൈവത്തെ അറിയാം. ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞാൽ ദൈവം അതെനിക്ക് നൽകി തരുമെന്നുള്ള ഒരു ഉറപ്പ്, ഒരു വിശ്വാസം ഇന്ന് പകൽക്കാലം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം ഇന്ന് പകൽക്കാലം കേൾക്കുന്ന വചനത്തിന് ആമേൻ പറയും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ഭയം, അത് ചിലപ്പം ഏത് വിഷയമായിക്കൊള്ളട്ടെ, ആ ഭയം മാറുവാൻ എന്ത് വേണം? നമ്മൾ ഭയപ്പെടുന്ന വിഷയത്തിൽ ഒരു ദൈവപ്രവൃത്തി വേണം. ഇന്ന് പകൽക്കാലം ആ ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവ പൈതലെ ഒരു ആമേൻ പറയാമോ? ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ചിന്തകൾ എന്താണ്? മത്തായി എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന പോലെ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ പല വിചാരങ്ങൾ, അല്ലേ? ഹല്ലേലൂയ. ഇതുപോലെ പല വിചാരങ്ങൾ നമ്മൾക്കുണ്ട്. നമ്മുടെ തലമുറയെക്കുറിച്ചുള്ള വിചാരങ്ങൾ, നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ചുള്ള വിചാരങ്ങൾ, ഇത് ഇത്രയും വർഷമായി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഹല്ലേലൂയ, എങ്ങനെ ഇനി മുന്നോട്ട് പോകും, എന്തായി തീരും? ഒരുപാട് വേദനയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ദൈവ പൈതലെ, ഇന്ന് പകൽക്കാലം നീ ഉറച്ച് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് കൂടെ, ഹല്ലേലൂയ, ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. ഇന്ന് ഹല്ലേലൂയ പകൽക്കാലം നാം നമ്മുടെ വിഷയം പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അവിടെ ഒരു ദൈവപ്രവൃത്തി സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നത്. ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ ദൈവമക്കളെ? ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വചനം കേട്ട് ആമേൻ പറയുക മാത്രമല്ല, പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ വേണം, പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വേണം. അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇന്ന് പകൽക്കാലം ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഹല്ലേലൂയ ഇറങ്ങി വരുവാൻ ദൈവം ഒരുക്കമാണ്. ആമേൻ. നാം ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും മകനെ. നാം ഹല്ലേലൂയ കുറച്ച് പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. ദൈവം നമ്മുടെ അടുക്കലുണ്ടാകും. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു അപ്പനുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ പ്രാർത്ഥന ഉയരത്തിലെത്തുവാൻ ഹല്ലേലൂയ സ്വർഗം ആഗ്രഹിക്കുന്നു. നീ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ ശബ്ദം ഉയരത്തിലെത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവകരത്തിലേക്കൊന്ന് ഏൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ നീ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണും. നീ ജീവിതത്തിൽ ദൈവമഹത്വം കാണും. ഇന്ന് പകൽക്കാലം ദൈവകരത്തിലേക്കൊന്ന് ഏൽപ്പിക്കാമോ? ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവേ, ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങൾ സ്തോത്രത്തോട് അവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്ന വിഷയങ്ങൾ അനുഗ്രഹമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം എല്ലാ പ്രിയപ്പെട്ടവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാ മഹത്വവും കർത്താവിന് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.